രാവുകൾ എന്നറിയപ്പെടുന്ന അറേബ്യൻ നൈറ്റ്സ് ഒരു എഴുത്തുകാരൻ്റെ ഗ്രന്ഥമല്ല, മറിച്ച് നൂറ്റാണ്ടുകളിലൂടെ അനവധി സംസ്കാരങ്ങളും കഥാപാരമ്പര്യങ്ങളും കടന്നുപോയി രൂപപ്പെട്ട അതുല്യമായൊരു കഥാതന്തുവാണ്. ഈ മഹാകാവ്യ കഥാസമാഹാരത്തിൻ്റെ ആദ്യ വേരുകൾ അറേബ്യയിലല്ല, മറിച്ച് പ്രാചീന ഇന്ത്യയിലും പേർഷ്യയിലുമാണ്. അവിടെ പിറവിയെടുത്ത ഹെസാർ അഫ്സാൻ എന്ന പുരാതന പേർഷ്യൻ ഗ്രന്ഥമായിരുന്നു ഇതിൻ്റെ അടിത്തറ. ഈ ആദ്യ കഥാസമാഹാരത്തിലായിരുന്നു രാജാവ് ഷഹ്രിയാറിൻ്റെയും ധൈര്യശാലിയായ കഥാകാരി ഷെഹ്രസാദയുടെയും പ്രശസ്തമായ കഥയുടെ വിത്തുകൾ. ഓരോ രാവും അവൾ പറയുന്ന വിവരണങ്ങൾ, ഓരോ പുലരിയും അവൾ നിർത്തുന്ന രഹസ്യ നിമിഷങ്ങൾ, രാജാവിൻ്റെ കൗതുകം മൂലം അവളുടെ ജീവൻ ഒരു ദിവസവും കൂടി കടന്നുപോകാൻ കാരണമായി. ഈ പേർഷ്യൻ കഥകൾ ഇസ്ലാമിക സുവർണകാലത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അറബിക് ലോകത്തേക്ക് കടന്നപ്പോൾ അവ കിതാബു അൽ വ ലൈല ലൈല എന്ന പേരിൽ വളർന്നു. ബാഗ്ദാദിൻ്റെ മാർക്കറ്റുകളിൽ നിന്നും, കൈറോയുടെ ചന്തകളിൽ നിന്നും, പേർഷ്യൻ രാജസഭകളിൽ നിന്നും, ഇന്ത്യയുടെ പഴങ്കഥകളിൽ നിന്നും കടന്നുവന്ന അനവധി കഥകൾ ഈ സമാഹാരത്തെ സമ്പന്നമാക്കി. യാത്രക്കാരും കടൽ വ്യാപാരികളും കൊട്ടാര ഗായകരും തെരുവു കഥാകൃത്തുക്കളും ഓരോരുത്തരും പറഞ്ഞും കേട്ടും പുനരാഖ്യാനം ചെയ്തുമാണ് 1001 രാവുകൾ ശതാബ്ദികളോളം വളർന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു സ്ഥിരമായ പുസ്തകമല്ലായിരുന്നു. സ്ഥലമനുസരിച്ച്, കാലമനുസരിച്ച്, കഥാകാരനനുസരിച്ച് മാറിക്കൊണ്ടിരുന്ന, ജീവിച്ചിരുന്ന ഒരു സാഹിത്യ പ്രവാഹമായിരുന്നു ഇത്. 1001 എന്ന സംഖ്യയും അതിനാലാണ് പ്രതീകാത്മകമായത്. കഥകളുടെ അനന്തതയും അത്ഭുതത്തെയും തുടരുന്ന യാത്രയും സൂചിപ്പിക്കുന്ന സംഖ്യ. ഈ സമാഹാരം ലോക പ്രശസ്തമാകുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. ഫ്രഞ്ച് വിവർത്തകൻ ആന്റ്വാൻ ഗലാൻ ഇതിനെ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു സിറിയൻ കഥാകാരൻ പറഞ്ഞു തന്ന അലാദീൻ, അലിബാബ, സിൻബാദിൻ്റെ 7 യാത്രകൾ എന്നിവയുൾപ്പെടെ പല കഥകളും ഗലാന്റെ പതിപ്പിലൂടെയാണ് യൂറോപ്പിലെത്തിയത്. ഇതിൽ ചിലത് പ്രാചീന അറബിക് കയ്യേറ പതിപ്പുകളിൽ ഇല്ലാത്തവയായിരുന്നു. എന്നാൽ പിന്നീട് അറേബ്യൻ നൈറ്റ്സ് എന്ന പേരിൽ ലോകമെമ്പാടും ഏറ്റവും പ്രിയപ്പെട്ട കഥകളായി ഇവ മാറി. 11-ാം നൂറ്റാണ്ടിൽ റിച്ചാർഡ് ബർട്ടൺ പുറത്തിറക്കിയ ഇംഗ്ലീഷ് വിവർത്തനം ഈ ഗ്രന്ഥത്തിൻ്റെ മഹത്തായ പാരമ്പര്യം കൂടുതൽ വികസിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളും വ്യാഖ്യാനങ്ങളും അതിനെ ഒരു അത്ഭുത ലോകത്തേക്കുള്ള വാതിൽപ്പടിയായി തീർത്തു. ഇന്നത്തെ ലോകം 1001 രാവുകളെ ഒരു ഏക ഗ്രന്ഥമായി കാണുന്നില്ല, മറിച്ച് പേർഷ്യ, ഇന്ത്യ, അറേബ്യ, ഈജിപ്ത് എന്നീ നാനാ സംസ്കാരങ്ങളിൽ നിന്നുയർന്ന അനവധി വാക്കുകളുടെയും കഥകളുടെയും ഒഴുക്കുകൾ ചേർന്ന് ഒരു അതുല്യമായ സാഹിത്യ നദിയാണ്. ഫാൻറ്റസിയും ജ്ഞാനവും ഹാസ്യവും സാഹസികതയും ഉറ്റുനോക്കുന്ന മനുഷ്യഹൃദയത്തിൻ്റെ നിത്യമായ ആഗ്രഹങ്ങളാണ് ഈ കഥകളെ ബന്ധിപ്പിക്കുന്നത്. അതിൻ്റെ ഹൃദയത്തിൽ തൻ്റെ കഥകളിലൂടെ ജീവൻ നീട്ടിയെടുക്കുന്ന ചാതുര്യവും ധൈര്യവും നിറഞ്ഞ ഷെഹസാദ്. കല മനുഷ്യനെ രക്ഷിക്കാനും ഹൃദയങ്ങളെ മാറ്റാനും സമയം തന്നെ പിടിച്ചു നിർത്താനുമുള്ള ശക്തിയുള്ളതാണെന്ന് നമുക്ക് ഇന്നും ഓർമ്മപ്പെടുത്തുന്ന അമരക്കാരിയാണ്.